ഹായ് ഹലോ, എന്തുണ്ട് വിശേഷം? അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുന്നേ ഇട്ടിട്ടുള്ള ഒരു വീഡിയോൻ്റെ ബാക്കിയായിട്ടാട്ടോ, പാർട്ട് 2 അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ മുകളിലും കൊടുക്കാം കേട്ടോ, സ്ക്രീനിൻ്റെ മുകളിലും കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്കേർട്ട് തയ്ച്ചെടുക്കുന്ന രീതിയാട്ടോ. അതുപോലെ അംബ്രല കട്ടിങ് ആണ്, ചെറുതായിട്ട് ഫ്രില്ല് വരുന്ന രീതിയിൽ സ്കേർട്ട് തയ്ച്ചെടുക്കുന്നതാട്ടോ. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പറയാട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ്. നമ്മൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കൂട്ടുകാർ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒത്തിരി സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ നല്ല റിസൾട്ടാണ് അവർ പറയുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റിച്ചിങ് ക്ലാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ താഴെ ഇതിൻ്റെ കൂടെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരാരെങ്കിലും അതിലൊന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. നമ്മൾ കൂടുതലും സ്റ്റിച്ചിങ് ക്ലാസ് എടുക്കുന്നത് നൈറ്റിയും ചുരിദാറും കേട്ടോ. അപ്പോൾ അതിനാണ് ആളുകൾ കൂടുതൽ വരുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞാനിത് മുൻപ് വിട്ടിരുന്ന വീഡിയോ സ്കേർട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പിൻ്റെ വീഡിയോ കേട്ടോ. ആ സ്കേർട്ടിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോയിൽ ഈ ഒരു ക്ലോത്ത് ടോപ്പിനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ വ്യക്തമാക്കിയൊന്നും ഞാൻ കറക്റ്റായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല, കാരണം എനിക്ക് അർജൻറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. അത് ഒരു ഡ്രസ് കോഡായിട്ടായിരുന്നു, ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ് കോഡാട്ടോ. അപ്പോൾ ഞാനിത് അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു 6 വയസ്സായ ഒരു കുട്ടിക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ 6 വയസ്സായ എൻ്റെ മോക്ക് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുപോലെ കസിൻ്റെ മക്കൾക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഹൈനെക്കായിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു നെക്കിൻ്റെ അവിടെ ഒരു ഹൈനെക്ക്, കോളർ നെക്കും അല്ല എങ്കിൽ അത്യാവശ്യം ഒരു ഹൈനെക്ക് പോലെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് ബാക്ക് ക്ലോത്ത് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്ക് ഭാഗമാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് എങ്ങനെ എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, നമ്മുടെ 2 പീസ് ഉണ്ടാവില്ല കട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ, ആ 2 ഭാഗം കൂടി ഒരുമിച്ച് വെച്ചിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് സിബിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ അല്ലെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഷോൾഡറും ചെസ്റ്റും ആമോളും ഒക്കെ അടയാളപ്പെടുത്തി ഫുള്ളായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് ആമോളാട്ടോ. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഷേപ്പിൻ്റെ വിഡ്ത്തും അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ എടുക്കുക. അത് തയ്യൽ തുമ്പ് വരാൻ വേണ്ടിയിട്ടാട്ടോ. ആദ്യം തന്നെ നമ്മൾ സിബിനുള്ളത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1/2 ഇഞ്ച് ഏറെ എടുത്തിട്ടുണ്ട് സിബിന് വേണ്ടിയിട്ട്. പിന്നെ ഇൻവിസിബിൾ സിബ് അല്ല കേട്ടോ ഞാൻ വെക്കുന്നത്. പിന്നെ ടോട്ടൽ ലെങ്ത്ത് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ അതിൻ്റെ വിഡ്ത്തും അടയാളപ്പെടുത്തിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഈ എന്താ പറയുക, ഈ ടിക്കും അടയാളങ്ങളൊക്കെ നമുക്കൊന്ന് പോയിന്റുകളൊക്കെ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു കോണ് ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊരു കർവ് പോലെ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. അത് നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ലൈനിങ്ങും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നാളെ കല്യാണമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേന്ന് ഇന്നാണ് അടിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലാട്ടോ ഞാൻ അടിക്കുന്നത്. പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി ഈ ഒരു ബാക്ക് പോർഷൻ്റെ ഭാഗം കൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ സിബിന് വെച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് നമ്മൾ കുറച്ചിങ്ങോട്ട് മുന്നോട്ട് തള്ളി വെച്ചിട്ട് വേണം നമുക്ക് ഇത് മുൻഭാഗം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അങ്ങനെ ഇത് വെച്ചിട്ട് ഞാൻ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് എല്ലാ ഭാഗവും, എന്നിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിബിൻ്റെ ഭാഗം കുറച്ച് മുന്നിലേക്ക് ഒരു ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. അതൊന്ന് മുന്നിലേക്ക് വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഈ അടയാളപ്പെടുത്തലൊക്കെ കഴിഞ്ഞ് ഞാനിത് കട്ട് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മോഡൽ എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിക്കുക എന്നുള്ളതാട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത്. കറക്റ്റായിട്ട് എല്ലാ സ്റ്റിച്ചിങ് വീഡിയോയിലും കാണിക്കുന്ന പോലെ കറക്റ്റായിട്ട് ഉണ്ടാവില്ല, ചില ഭാഗങ്ങളൊക്കെ മിസ്സായിട്ട് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം ഒന്ന് അളവ് എടുക്കുന്നുണ്ട് കേട്ടോ, വരച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈനെക്കാണ്, അപ്പോൾ അതിലധികം ഓവറായിട്ട് ഞാൻ ലെങ്ത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ സാധാ കുട്ടികൾക്ക് എത്രയാണോ എടുക്കുന്നത് അത്രയും ക്ലോത്തും കൂടി കട്ടിങ്ങും കൂടി ഞാൻ ചെയ്യുന്നില്ല, നെക്കിൻ്റെ ലെങ്ത്ത് ചെയ്യുന്നില്ല. പകരം ഞാൻ ചെറിയ രീതിയിൽ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി സ്ലീവിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവ് ഞാൻ എന്താ പറയുക, പഫ് സ്ലീവാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല വീതി തന്നെ വേണം. അപ്പോൾ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ വീതി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്ലോത്തിൽ. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത് ഒരു 6 വയസ്സായ കുട്ടിക്ക് എടുക്കുന്നത് 3/4 മീറ്ററാട്ടോ എടുത്തിട്ടുള്ളത്. കറക്റ്റ് 1 മീറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പഫും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോത്ത് കിട്ടും കേട്ടോ. ഞാനത് 3/4 മീറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല പഫ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മടക്കിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടാവില്ല, ഈ വളച്ച് വന്നിട്ടുള്ളത് നമ്മൾ സ്ലീവിന് ഈ കൈക്കുഴി ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാട്ടോ. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ അടിഭാഗത്തേക്കും പുറത്ത് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ അവിടെയും അതേ സെയിം രീതി തന്നെ എടുത്തിട്ടുള്ളത്. എനിക്ക് ടോട്ടൽ 6 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ ഇതൊരു 4 ഇഞ്ച് 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനും കുറച്ച് ക്ലോത്ത് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ അതിലേക്ക് ഞാൻ ഒരു പട്ട പോലെ വെക്കുന്നുണ്ട്. അപ്പോൾ പട്ടയ്ക്ക് വേണ്ടി 2 ഇഞ്ചാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്മൾ 4 ഇഞ്ച് 1 ഇഞ്ചെങ്കിലും എടുക്കണം കേട്ടോ. കാരണം നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് 2 ഇഞ്ചാണ് കറക്റ്റ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് മടക്കി കൊടുക്കാനും അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുമുള്ള ക്ലോത്ത് നമുക്കതിൽ വേണം. അങ്ങനെ 2 പീസ് ഞാൻ നെക്കിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പട്ട കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് 2 പട്ടക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് 4 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഞാൻ കുറച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഞാൻ 5 ഇഞ്ചാട്ടോ ഏറെ എടുത്തിട്ടുള്ളത്. ഞാൻ കറക്റ്റായിട്ടാണ്ട് കട്ട് ചെയ്യണേ. അത് നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഒന്ന് അടയാളപ്പെടുത്തുക കേട്ടോ. എങ്ങനെ 2 പീസാക്കി ഞാൻ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ടുള്ള കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് വരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ലൈനിങ്ങും ഇതും കൂടി അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. സ്ലീവിന് ലൈനിങ് വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് വരേണ്ടത് ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ അതിന് നല്ല ഭാഗത്ത് നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് ലൈനിങ് വെച്ചിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ അരികുവശം ഒന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്ക് പോർഷനും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് പോർഷൻ ചെയ്യുമ്പോൾ നമുക്ക് സിബിനുള്ള ആ ഭാഗം കൂടി കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത് ബാക്ക് പോർഷനുള്ളതാണ്. അങ്ങനെ ബാക്ക് പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെയാണ് സിബ് വെക്കാനുള്ളത് കേട്ടോ. അപ്പോൾ സിബ് ഇതാ ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ സിബ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അങ്ങനെ ഇതുപോലെയാണ് ഞാൻ സിബ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ സിബൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ അടിഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ലൈനിങ് ക്ലോത്തും അതുപോലെ നല്ല ക്ലോത്തും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ഒന്നാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്, ബാക്ക് പോർഷൻ സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷൻ്റെയും എന്താ പറയുക ഷോൾഡറുകളുണ്ടല്ലോ അത് രണ്ടും കൂടി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ മുൻപുള്ള വീഡിയോകളിലൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ബോഡി പാർട്ട് ഇതുപോലെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം, അതുപോലെ സ്ലീവും സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നെക്കിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഞാനൊരു ഒരു ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ഇഞ്ച് വീതിയിലും അതുപോലെ നീളം നമുക്ക് നമ്മുടെ നെക്കിനനുസരിച്ച് എക്സ്ട്രാ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് ചെറിയ ചെറിയ നെറികളാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ നെറികളാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ബോഡി പാർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സിബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ വേക്കുന്നത്, ആ ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫുള്ളായിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാ. പിന്നെ നമുക്ക് ഈ ഉൾവശത്ത് ഇങ്ങനെ എന്താ പറയുക സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പം അവർക്കതൊരു ഇറിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ തുമ്പ് കൊണ്ട് തയ്യൽ തുമ്പിൻ്റെ പ്രശ്നം കൊണ്ട് അവർക്ക് ഇറിറ്റേഷൻ വരാനുള്ള സാധ്യതകൾ കുറഞ്ഞു കിട്ടും. ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു അടിവശത്തുനിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ആ തയ്യൽ തുമ്പൊക്കെ അതിലുള്ളിൽ പെടുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് കണ്ടാണ് ഇതുപോലെ നല്ല നീറ്റിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പൊന്നും ആ കഴുത്തിൻ്റെ ഭാഗത്തുള്ളത് കാണില്ല. പിന്നെ ഞാൻ ആ ഒരു സ്കേർട്ടിന് അനുയോജ്യമായിട്ടുള്ള സ്കേർട്ടിന് പറ്റുന്ന രീതിയിലുള്ളൊരു ഇതുപോലത്തെ ഒരു ലൈസ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ നെക്കിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടിയും പ്രത്യേകിച്ചൊരു ഭംഗി കിട്ടും. ഇതൊക്കെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ചെയ്തെടുക്കേണ്ടതാട്ടോ. അപ്പോൾ അത് നമ്മുടെ നെക്കിൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഫാക്കിയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും വിവരങ്ങൾ ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം നീറ്റായിട്ടുണ്ടെന്ന്. ഈ പട്ട വെക്കുന്നൊന്നും ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാ അങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയുമായിട്ട് വരാം. എന്നിട്ട് ഇതിൻ്റെ ഈ 2 സൈഡ് വശവും അതുപോലെ തന്നെ അടിവശവും ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.